ഈ കാണുന്ന ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടേബിളിലെ രണ്ടാമത്തെ കോളത്തിൽ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്താൽ ഒന്നാമത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നാൽ കാണാം. വീണ്ടും സീരിയൽ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യപ്പെട്ടു. മാത്രമല്ല ഈ ടേബിളിൽ നിന്ന് നമ്മൾ വരികൾ ഡിലീറ്റ് ചെയ്താൽ സീരിയൽ നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഇനി ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സീരിയൽ നമ്പേഴ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ കണ്ട പോലെ ഒരു ടേബിളാണ് ഈ കാണുന്നത്. ഈ ടേബിളിലെ ആദ്യത്തെ കോളത്തിലാണ് നമുക്ക് സീരിയൽ നമ്പേഴ്സ് വേണ്ടത്. എക്സലിലെ സീക്വൻസ് ഫംഗ്ഷൻ്റെയും കൗണ്ട് എ ഫംഗ്ഷൻ്റെയും ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഓട്ടോമാറ്റിക് സീരിയൽ നമ്പേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ ആദ്യം സീക്വൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈക്വൽ സീക്വൻസ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റോസ്. ഇവിടെ 25 എന്ന സംഖ്യ ഉപയോഗിക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ ഒരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി 25-ന് പകരം 100 ഉപയോഗിക്കുന്നതെങ്കിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സീക്വൻസ് കിട്ടി. സോ സീക്വൻസ് ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഈ ഫോമുല ഡിലീറ്റ് ചെയ്യുന്നു. ഈ ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുന്ന സീരിയൽ നമ്പേഴ്സ് കിട്ടാനായിട്ട് കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ സീക്വൻസ് ഫംഗ്ഷനിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് റോസ്. ഇവിടെ കൗണ്ട് എ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. കൗണ്ട് എ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഈ ടേബിളിൽ എത്ര എൻട്രീസ് ആണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അഥവാ എത്ര വാല്യൂസാണ് ഈ കോളത്തിൽ നമ്മൾ എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത്രയും സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പേഴ്സ് വന്നാൽ കാണാം. ഇനി രണ്ടാമത്തെ കോളത്തിൽ ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു. നോക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വന്നു. ഇനി വരികൾ ഡിലീറ്റ് ചെയ്ത് നോക്കാം. സീരിയൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച സീക്വൻസ് ഫംഗ്ഷൻ താരതമ്യേന പുതിയൊരു ഫംഗ്ഷനാണ്. എക്സൽ 2021-ലും എക്സൽ ഓൺലൈനിലും എക്സൽ വിത്ത് മൈക്രോസോഫ്റ്റ് 365-ലും മാത്രമാണ് സീക്വൻസ് ഫംഗ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. സോ എക്സലിൻ്റെ പഴയ വേർഷൻസ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ഫോമുലൂടെ നോക്കാം. സീരിയൽ നമ്പർ വേണ്ടുന്ന കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക. ഫോമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി രണ്ടാമത്തെ കോളത്തിലെ ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, അതായത് കോളം ഹെഡറിന് തൊട്ട് താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക. നോട്ട് ഈക്വൽ ടു ഡബിൾ കോട്ട്സ്, അതായത് നൾ വാല്യൂ, കോമ, റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ്, വീണ്ടും റോ ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇനി കോളം ഹെഡറുകളിലെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഈ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു. നോക്കുക, സെൽ റെഫറൻസിനിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. നോക്കുക, ആദ്യത്തെ കോളത്തിൽ സീരിയൽ നമ്പേഴ്സ് വന്നു. ഇനി രണ്ടാമത്തെ കോളത്തിൽ വാല്യൂസ് എൻ്റർ ചെയ്ത് നോക്കാം. ആദ്യത്തെ കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പേഴ്സ് വരുന്നാൽ കാണാം. ഇനി ഈ ടേബിളിൽ ഏതെങ്കിലും വരികൾ ഡിലീറ്റ് ചെയ്താൽ അതിനനുസരിച്ച് സീരിയൽ നമ്പേഴ്സ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമുലകളും എക്സ്പ്ലെയിൻ ചെയ്ത ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.